ഹലോ, അപ്പോൾ കിനായത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കിനായത്തിൻ്റെ അടുത്തൊരു സെഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കിനായത്ത് എത്ര വിധമുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്നത്. കിനായത്ത് അൻ സിഫത്ത്, കിനായത്തുൻ അൻ മൂസൂഫ്, കിനായത്തുൻ അൻ നിസ്ബ. അപ്പോൾ കിനായത്തുൻ അൻ സിഫ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. കിനായത്തുൻ അൻ മൂസൂഫ് എന്താണെന്നും വിശദീകരിച്ചു. കിനായത്തുൻ അൻ നിസ്ബ എന്താണ് എന്നുള്ളതും വിശദീകരിച്ചു. ഓക്കെ, ഇനി കിനായത്തുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് പറയുവാനുള്ളത്. കിനായത്തിൽ തന്നെയും അതിൻ്റെ അനുബന്ധങ്ങളായി വരുന്ന തൽവീഹ്, റംസ്, ഈമാ, താരീദ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി കിനായിലേക്ക് ചേർത്തിയിട്ട് പറയാറുണ്ട്. നമ്മുടെ ബലാഗ വാളിഹയൊക്കെ ആണ് പ്രധാനമായും പരീക്ഷയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ റഫറൻസ് ആയിട്ട് പലപ്പോഴും വരുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത്, കിതാബ് എന്ന് പറയുന്നത്. ഏൽ ഫുലാനത്തു, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഫുലാനത്തു ബഈദത്തു മഹവൽ ഖർത്ത് എന്നുള്ളതൊക്കെ കിനായത്തിൻ്റെ പാഠത്തിൽ ബലാഗത്തുൽ വാളിഹയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഈ ബലാഗത്തുൽ വാളിഹയിൽ തന്നെ കിനായത്തിൻ്റെ ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അനുബന്ധമായി ചേർത്ത ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തൽവീഹ് ഇതാ കസുറത്തിൽ വസായിത്തു ഫിൽ കിനായ. കിനായയിൽ വസീത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൈനയിലേക്ക് ഈ പറഞ്ഞ ലഫ്ലിൽ നിന്ന് എത്തിച്ചേരുവാൻ കുറേ മധ്യവർത്തികൾ അല്ലെങ്കിൽ കുറേ വസീത്തകൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വസീത്തകൾ ഒരുപാടുണ്ട് എങ്കിൽ അത്തരം കിനായത്തിന് പറയുന്ന പേരാണ് തൽവീഹ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കസീറു റമാദ്, നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ചെയ്യുന്നു, വെണ്ണീർ കൂടുതലാണ്. വെണ്ണീർ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് വിറക് കൂടുതൽ കത്തിക്കുമ്പോഴാണ്, അല്ലേ? വിറക് കൂടുതൽ കത്തിക്കുമ്പോഴാണ് വീട്ടിൽ ആളുകൾ വർദ്ധിക്കുമ്പോഴാണ്, അഥവാ അതിഥികൾ വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് എത്തുകയല്ല, പകരം വസീത്തകൾ എന്താകുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വസീത്തകൾ കൂടുതലായി വരുന്ന കിനായത്തിനാണ് നമ്മൾ തൽവീഹ് എന്ന് പറയുന്നത്. മറ്റൊരു ഇനം റംസാണ്. എന്താണ് റംസ് എന്ന് പറയുന്നത്? വൈൻ കല്ലത്ത്, അഥവാ വസീത്തകൾ, വസായിത്തകൾ വളരെ കുറവാണ്. വ ഹഫിയത്ത്, എന്നാൽ ഉള്ള വസീത്ത തന്നെ അത്ര എന്തല്ല, വ്യക്തവുമല്ല, ഒരു ഗോപ്യമാണ്. ഈ വസീത്ത വെച്ചിട്ട് നമുക്ക് ആ ലാസിമായ മായനയിലേക്ക് അത്ര പെട്ടെന്ന് എല്ലാവർക്കും എത്താൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു വസീത്താണ്. കുറച്ചാണെങ്കിലും ഇത്തരം ഒരു ഹഫ ഉള്ള വസീത്താണ് ഇവിടെ ഉള്ളത്. നോക്കൂ, നെഹ്വു ഫുലാനിൻ മിനൽ മുസ്തരീഹീൻ, ഇവന് നന്നായി വെറുതെ ഇരിക്കുന്ന ആളാണ്, റെസ്റ്റ് എടുക്കുന്ന ആളാണ്, വിശ്രമിച്ചിരിക്കുന്നവരിൽ പെട്ടവനാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ മറച്ച് പറയുന്നത് എന്തിനെയാണ്? കിനായത്തുൻ അനിൽ ജഹിലി വൽ ബലാഹ, അവൻ്റെ അജ്ഞത, അവൻ്റെ ബുദ്ധിശൂന്യത, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം വർദ്ധക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു കഥയില്ലാത്ത ആളാണ്. അപ്പോൾ റാഹത്തെടുക്കുന്നവർ എന്നുള്ള ഈ മുസ്തരീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ജഹിലിനെ കുറിച്ചാണ്. അപ്പോൾ മുസ്തരീഹ് എന്ന് പറയുമ്പോഴേക്ക് ജഹീലിലേക്ക് എത്താൻ ഒരുപാട് ദൂരമല്ല, വസീത്തകൾ കുറവാണ്. പക്ഷേ ആ ഉള്ള വസീത്തകൾ തന്നെ എന്താണ്, അത്ര വ്യക്തമല്ല. മുസ്തരീഹിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയുമ്പോഴേക്ക് അവനൊരു ജാഹിലാണ്, ജുഹാലിൽപ്പെട്ടവനാണ് എന്നെന്താവില്ല, കേൾക്കുന്ന ആൾക്ക് അത്ര പെട്ടെന്ന് ഓടൂല. അതുകൊണ്ടാണിത് റംസ് എന്ന ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് ഈമ ആണ്. ഈമ വൈൻ കല്ലത്തിൽ വസായിത്ത്, വസീത്തകൾ കുറവ് തന്നെയാണ്. നമ്മൾ റംസിൻ്റെ അവിടെയും പറഞ്ഞു വസീത്തകൾ എന്താണ്, കുറവാണ്. പക്ഷെ അവിടെ വസീത്ത് എന്തായിരുന്നു, ഖഫിയാണ്. പക്ഷേ ഇവിടെ വസീത്ത കുറവാണ്. വലഹത്ത് എന്താണ്, പക്ഷെ വളരെ വ്യക്തമാണ്. വസീത്ത കുറച്ചുള്ളെങ്കിലും ആ ലാസിമിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് എത്താൻ കഴിയും. ഇനി അതല്ലെങ്കിൽ ഔ ലം തക്കുൻ, ചിലപ്പോൾ എന്തുണ്ടാവില്ല, വസീത്ത ഉണ്ടാവുന്നല്ല, നേരിട്ട് ഈ ലഫ്ലിൽ നിന്ന് ലാസിമിലേക്ക് നമുക്ക് എത്താൻ കഴിയും. സുമ്മിയത്ത് ഇഷാറത്തൻ, ഈ ഈമാന് തന്നെ എന്തുകൂടി പേരുണ്ട്, ഇഷാറത്ത് എന്നുകൂടി പേരുണ്ട്. അപ്പോൾ ഈമാ ഇഷാറത്ത്. ഏതോ അൽ ഫദ്ലു യസീറു ഹൈസ സാറ ഫുലാൻ, ഇവൻ പോകുന്നിടത്തെല്ലാം ഔന്നത്യം, മഹത്വവും എന്താകുന്നു, സഞ്ചരിക്കുന്നു. ഇവൻ പോകുന്നിടത്തെല്ലാം മഹത്വവും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇവൻ എന്താണ്, ഒരു മഹത്തുള്ള ആളാണ്. അതെന്ത് ചെയ്യാണ്, ഈ ഫദ്ലിനെ ഇവനിലേക്ക് ചേർക്കണം. അപ്പോൾ ശരിക്കും ഇവിടെ കിനായത്തിൻ്റെ നിസ്ബയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കിനായത്തിൻ്റെ നിസ്ബ ഇവിടെ ഈമ ആവുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ വസീത്തകൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ വ്യക്തമാണ് താനും. ഈ ഫദ്ലു യസീറു എന്ന ലഫ്ള് ഇസ്തിമാൽ ചെയ്തു അല്ലെങ്കിൽ ഇത്ലാഖ് ചെയ്തു, അതിൻ്റെ ലാസിമ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കിനായത്തിൻ്റെ നിസ്ബത്തിൽ ഫളിലി ഇലൈഹി, മഹത്വം എന്നുള്ളതിന് അവനിലേക്ക് നിസ്ബ ചെയ്യുന്നത് മറച്ചുകൊണ്ട് പറഞ്ഞ എക്സാമ്പിളാണ് ഇത് അൽ ഫദ്ലു യസീറു ഹൈസു സാറ ഫുലാൻ എന്നുള്ളത്. അപ്പോൾ കിനായത്തിൻ്റെ തന്നെ അനുബന്ധങ്ങളായി വരുന്നതാണ്
തൽവീഹ് എന്ന് പറയുന്നത്. തൽവീഹ് എന്താണ്? നമ്മൾ വസീയത്തുകൾ കൂടുതലുള്ളതായിരിക്കും. റംസ് എന്ന് പറഞ്ഞാൽ വസീയത്തുകൾ കുറവാണ്, അതോടുകൂടി അവിടെ ഒരു അവ്യക്തത വസീയത്തയിൽ ഉണ്ടാകും. ഈമാ എന്ന് പറഞ്ഞാൽ വസീയത്തുകൾ എന്താണ്? കുറവാണ്, പക്ഷെ വ്യക്തമായിരിക്കും. ഒരു പക്ഷെ എന്തുണ്ടാവില്ല, വസീയത്തുകൾ ഉണ്ടാവുകയും ചെയ്യില്ല. ഓക്കെ, ഇനി ഒരു ഇനം കൂടി പറയാനുണ്ട്, തഅരീദ്. എന്താണ് തഅരീദ് എന്ന് പറയുന്നത്? വഹുവ അൻ യുത്ലഖൽ കലാമു പ്രയോഗിക്കപ്പെടലാണ്, എന്നിട്ട് യുഷാറ ബിഹി അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടും, ഇലാ മഅനൻ ആഖറ വേറൊരു മഅനയിലേക്ക്, യുഫ്ഹമു മിനസ് സിയാഖ് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന മറ്റൊരു മഅനയായിരിക്കും മുറാദ്. ഏതുപോലെ കാൻ തഖൂല ലി ഷഖ്സിൻ നീ ഒരു വ്യക്തിയോട് പറയുക, യളുറുന്നാസ് അവൻ ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവ ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ആളാണ്. അപ്പോൾ അവനോട് പറയണെന്ത്? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ് ജനങ്ങൾ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നീ ഉപകാരം ചെയ്യ് എന്നുള്ളതാണ് അതിൻ്റെ അനുക്ത സിദ്ധമായിട്ട് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ കൗലിൽ മുത്തനബിയുടെ ഒരു കവിതയുണ്ട്, യഹ്രുദു ബി സൈഫിദ്ദൗല സൈഫുദ്ദൗല ഒന്ന് കുത്തി പറയാണ്. യഹ്രുദു ബി സൈഫിദ്ദൗല വഹുവ യംദഹു കാഫൂറിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ആരെയും കുത്തി പറയാണ്, സൈഫുദ്ദൗലയെ കുത്തി പറയുന്ന ഒരു ബൈത്ത് മുത്തനബിക്കുണ്ട്. മുത്തനബിയുടെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ നമുക്ക് അബ്ബാസിയുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് 1 ലൈവ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം കാഫൂർ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ മദ്ഹ് ചെയ്തിട്ടുണ്ടല്ലോ. ഇദൽ ജൂദു ലം യുർസഖ് ഖലാസം മിനല്ലദാ ഫലൽ ഹംദു മക്സൂബൻ വലൽ മാലു ബാഖിയ. ഇദൽ ജൂദു ഈ ധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് ലം യുർസഖ് അത് നൽകപ്പെടാറില്ല, അല്ലെങ്കിൽ ഇതുവരെ അതങ്ങനെ നൽകപ്പെട്ടിട്ടില്ല. ഖലാസം മിനല്ലദാ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടാക്കും, എടുങ്ങാറുണ്ടാക്കും, അതിൽ നിന്നൊന്നും മുക്തി നേടുക എന്ന ഉദ്ദേശത്തിൽ ഇതുവരെ എന്തായിട്ടില്ല, ദാനം നൽകപ്പെട്ടിട്ടില്ല. ഫലൽ ഹംദു മക്സൂബൻ കീർത്തി അല്ലെങ്കിൽ ഹംദ് എന്ന് പറയുന്നത് അത് നേടിയെടുക്കപ്പെടേണ്ട ഒന്നല്ല. വലൽ മാലു ബാക്കിയ സമ്പത്ത് എല്ലാ കാലം ബാക്കിയാവുകയും ചെയ്യില്ല. അപ്പോൾ കാഫൂറും സൈഫുദ്ദൗലയൊക്കെ മുത്തനബിക്ക് കുറേ ഇത് കൊടുത്തിരുന്നു. പക്ഷേ മുത്തനബി സൈഫുദ്ദൗല ഒരു തരം നിർബന്ധിച്ച് നൽകിയതാണ്, കാഫൂർ സ്വയം നൽകിയതാണ് എന്നൊക്കെ മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാചകം കൂടിയാണ്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് എന്തായാലും എടുങ്ങാരെന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി, എൻ്റെ പ്രയാസത്തിൽ നിന്ന് എങ്ങനെയാലും ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഫുദ്ദൗല തന്നത്. പക്ഷേ കാഫൂർ അങ്ങനെ തന്നതല്ല. അതേപോലെ സൈഫുദ്ദൗല ആളുകളുടെ ഇടയിൽ ഹംദ് കിട്ടുന്നത് ഇങ്ങനെ അധ്വാനിച്ച് നേടിയെടുക്കണം. പക്ഷേ കാഫൂർ അങ്ങനെ സിമ്പിളായിട്ട് ആളുകളെ ആക്കിയിട്ടല്ല, അദ്ദേഹം സ്വയമേ ആളുകൾ എന്ത് ചെയ്യാണ്, ഹംദ് ചെയ്യുകയാണ്. അതുപോലെ സമ്പത്ത് ഇങ്ങനെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല, കാഫൂർ നന്നായി കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ നിർബന്ധിച്ചിട്ട് കുറച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് സൈഫുദ്ദൗല ഉള്ളത് എന്ന് അദ്ദേഹത്തെ ഒന്ന് തഅരീദ് ചെയ്ത് ഒന്ന് കുത്തിയിട്ട് പറയുകയാണ്. ഇതൊക്കെ മറിച്ച് പറയുകയാണ്. ശരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? സൈഫുദ്ദൗല ചില സ്വഭാവങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. തന്നതൊക്കെ എന്തെങ്കിലും ഫിത്ന ഒഴിവായി കിട്ടാൻ വേണ്ടി തന്നതാണ്, ആത്മാർത്ഥമായിട്ട് തന്നതല്ല എന്ന ചില സൂചനകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കിനായത്തിൻ്റെ അനുബന്ധമായി വരുന്നതാണ്. അപ്പോൾ കിനായത്തുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 2 വീഡിയോകളിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മറ്റ് ഭാഗങ്ങൾ നമുക്ക് ഓരോരോ വീഡിയോകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.